ധ്യായേദാജാനുബാഹും ധൃതശരധനുഷം ബദ്ധപത്മാസനസ്ഥം പീതം വാസോവസാനം നവകമലദളസ്പർദ്ധിനേത്രം പ്രസന്നം വാമാങ്കാരൂഢസീതാമുഖകമലമിളല്ലോചനം നീരദാഭം നാനാലങ്കാരദീപ്തം ദധതമുരുജടാമണ്ഡലം രാമചന്ദ്രം. രാമ 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 രാമ. സീതയോടൊപ്പം പ്രേമഭാവത്തോടുകൂടി ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന ഈക്ഷണത്തോടുകൂടി വർത്തിക്കുന്ന ശ്രീരാമചന്ദ്രനെ നമസ്കരിച്ചുകൊണ്ട് രാമായണപ്പൊരുളിലെ വിശ്വാമിത്രനോടൊപ്പം യാത്രയാകുന്ന ലക്ഷ്മണനും ശ്രീരാമചന്ദ്രനും വിശ്വാമിത്ര മഹർഷി പറഞ്ഞുകൊടുത്ത പുരാണ കഥകളിലൂടെയുള്ള യാത്ര. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വിശാല എന്നു പേരുള്ള ഒരു നഗരത്തെക്കുറിച്ച് ശ്രീരാമൻ ചോദിച്ചതും അതിനുത്തരമായി വിശ്വാമിത്ര മഹർഷി പറയുന്ന കഥയിലുമാണ്. വാത്മീകി രാമായണത്തിൽ വളരെ വിസ്തരിച്ച് പറയുന്ന പുരാവൃത്തങ്ങളാണ് ഇവയെല്ലാം. ഗംഗയുടെ ആവിർഭാവത്തെക്കുറിച്ച് പറഞ്ഞ് ഗംഗാനദി കുറുകെ കടന്ന് മനോഹരമായ വിശാലയിലേക്ക് എത്തിയപ്പോൾ ശ്രീരാമചന്ദ്രൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി വിശ്വാമിത്രൻ പറയാൻ തുടങ്ങി. പാലാഴിമഥനം കഥയാണ് ആദ്യം പറഞ്ഞത്. പാലാഴിമഥനത്തിൽ നിന്നുമുണ്ടായ അമൃത് കഴിച്ച് ദേവന്മാരെല്ലാം ദേവലോകത്ത് ജരാനരകളില്ലാതെ വാഴുന്ന കാലം. അസുരന്മാർ, ദൈത്യന്മാരാകട്ടെ ഈ ദേവന്മാരെപ്പോലെ ശക്തിപ്രഭാവത്തോടുകൂടി വർത്തിക്കാൻ അനവധി കാലം തപസ് ചെയ്യുകയും ബ്രഹ്മാദി ദേവന്മാരെ പ്രത്യക്ഷപ്പെടുത്തുകയും ലഭിച്ച ആ വരത്തിൻ്റെ ബലമുപയോഗിച്ച് സ്വർഗത്തെ കീഴടക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പുരാവൃത്തത്തിലെ ദേവാസുര യുദ്ധത്തിൻ്റെ കാരണമായിരിക്കുന്ന കഥ കൂടിയാണ് പാലാഴിമഥനം. പാലാഴിമഥനം നമ്മളൊക്കെ സാധാരണ കേട്ട കഥ ദുർവാസാവിൻ്റെ ശാപത്താൽ സർവൈശ്വര്യങ്ങളും നഷ്ടപ്പെട്ട ദേവന്മാർ അത് വീണ്ടെടുക്കുന്നതിന് വേണ്ടി പാലാഴിമഥനം ചെയ്തു എന്നാണ്. അത് പിന്നീട് വരുന്ന കഥയായിട്ടാണ് പലപ്പോഴും പുരാണങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ആദ്യമായി പാലാഴിമഥനം നടന്നത് വാത്മീകി രാമായണത്തിലെ കഥയനുസരിച്ച് ദേവന്മാർ ജരാനരകൾ ബാധിക്കാതിരിക്കാനുള്ളതായ ഉപായം ചിന്തിക്കുകയും അതിനുവേണ്ടി പാലാഴിയുടെ ആ രസത്തെ അതിനെ മഥനം ചെയ്ത് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മന്ഥരപർവ്വതത്തെ കടകോലാക്കി വാസുകിയെ കയറാക്കി പാലാഴിമഥനം നടന്നു എന്നാണ്. ഈ പാലാഴിമഥനം യഥാർത്ഥത്തിലൊരു ദർശനമാണ്. വിഷവും അമൃതും ഉണ്ടായത് പാലാഴിയിൽ നിന്നാണ്. ലോകത്തിലെ വിശിഷ്ട സൗന്ദര്യങ്ങളുടെയൊക്കെ പ്രതീകങ്ങളായ ഉച്ചൈശ്രവസ്, ഐരാവതം മുതലായവയൊക്കെ ഉണ്ടായത് പാലാഴിയിൽ നിന്നാണ്. അപ്പോൾ ഈ ദേവന്മാർക്ക് സർവൈശ്വര്യങ്ങളും ലഭിച്ചു. ദൈത്യന്മാർക്ക് പാതാളലോകമാണ് ബ്രഹ്മാവ് കൽപ്പിച്ചു കൊടുത്ത സ്ഥാനം. ദേവന്മാരുടെ അമ്മയാണ് അതിഥി.
ദൈത്യന്മാരുടെ അമ്മ ദിതി, രണ്ടുപേരുടെയും അച്ഛൻ കശ്യപൻ. കശ്യപൻ്റെ 13 ധർമ്മപത്നിമാരിലൂടെയാണ് പ്രപഞ്ച സൃഷ്ടിജാലങ്ങളായ ഈ പക്ഷി, മൃഗ, ദൈത്യ, അസുര, ദേവ, മനുഷ്യ, ഗന്ധർവ, അപ്സര വർഗങ്ങളെല്ലാം ഉണ്ടായത് എന്ന് പുരാണം പറയുന്നു. ഇവിടെ കശ്യപ പ്രജാപതിയുടെ പത്നിയായ ദൈത്യന്മാരുടെ അമ്മയായ ദിതി കശ്യപൻ്റെ അരികത്ത് വന്ന് ഇന്ദ്രനേക്കാൾ ശക്തിയുള്ള ഒരു പുത്രൻ ഉണ്ടാകണം എന്ന് ആഗ്രഹം പറഞ്ഞു. ധർമ്മപത്നിയുടെ അഭീഷ്ടം സാധിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കശ്യപ പ്രജാപതി ചില വ്രതങ്ങളൊക്കെ ഉപദേശിച്ചു കൊടുത്തു. ഈ വ്രതാനുഷ്ഠാനങ്ങളെല്ലാം ദിതി ചെയ്തത് കുശപ്ലവനം എന്ന് പേരുള്ളതായ സ്ഥാനത്ത് വെച്ചാണ്. അവിടെ അനവധി കാലം ദിതി തൻ്റെ ഉപാസനകളിൽ മുഴുകി തപസ് ചെയ്തു. പിന്നീട് വ്രതാനുഷ്ഠാനങ്ങളിലൂടെ കശ്യപ പ്രജാപതിയിൽ നിന്ന് സ്വീകരിച്ചതായ ആ ഗർഭത്തെ പരിരക്ഷിച്ച് അവിടെ കഴിഞ്ഞു. 1000 വർഷം ആണ് ആ ഗർഭകാലം എന്ന് സൂചിപ്പിക്കുന്നു. ഇന്ദ്രാദി ദേവന്മാർക്കെല്ലാം ഭയമായി. ദിതിയുടെ ആ ഗർഭതേജസ് സ്വർഗത്തെ ഭയപ്പെടുത്തി എന്നാണ് പുരാണകഥ. ഇന്ദ്രൻ ബൃഹസ്പതിയോട് ചെന്ന് ചോദിച്ചു, ഇതിൻ്റെ കാരണം എന്താണ്? ബൃഹസ്പതി പറഞ്ഞു, കശ്യപ പ്രജാപതിയുടെ അനുഗ്രഹത്താൽ ദിതിയുടെ ഗർഭപാത്രത്തിനുള്ളിൽ വളരുന്നതായ ആ തേജസ്സാണ് ഇപ്പോൾ ലോകത്തെങ്ങും വ്യാപിച്ചിരിക്കുന്നത്. ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഇന്ദ്രനേക്കാൾ ശക്തിയുള്ളവനായി തീരും. ലോകത്തെ മുഴുവൻ കീഴടക്കാൻ ഉള്ള ആ ബലം അവന് ലഭിച്ചിരിക്കും. അപ്പോൾ ജനിച്ച് അതിശക്തിയായി അവൻ വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ നിയന്ത്രിക്കാൻ ലോകത്തിൽ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ, ജനിക്കുന്നതിന് മുമ്പേ തന്നെ ആ ചൈതന്യത്തെ നിയന്ത്രിക്കുവാനുള്ളതായ ഉപായം വേണ്ടതുപോലെ ചിന്തിച്ച് പ്രവർത്തിച്ചു കൊള്ളുക എന്ന ഗുരുപദേശത്താൽ ദേവേന്ദ്രൻ ഈ കുശപ്ലവനം എന്ന ദിതി വ്രതചര്യയിൽ കഴിയുന്നതായ സ്ഥാനത്തേക്ക് വന്നു ചേർന്നു. ദിതിയുടെ അരികത്ത് ഒരു പരിചാരകനെ പോലെ നിന്ന് തൻ്റെ അമ്മയെ ശുശ്രൂഷിക്കുന്നത് പോലെ ദേവേന്ദ്രൻ ശുശ്രൂഷിക്കാൻ തുടങ്ങി. ദിതിയാകട്ടെ ഈ വ്രതാനുഷ്ഠാനങ്ങളാൽ ഉണ്ടായതായ മനഃശുദ്ധി കൊണ്ട് ദേവേന്ദ്രനെ സംശയിച്ചുമില്ല. ദേവേന്ദ്രനാകട്ടെ ദിതി അനുഷ്ഠിക്കുന്നതായ ആ ആചാരങ്ങളിൽ എവിടെയെങ്കിലും ഒരു അശുദ്ധി വരുന്നുണ്ടോ എന്ന് തക്കം പാർത്തിരുന്നു. ഏതെങ്കിലും തരത്തിൽ വ്രതഭംഗം വന്നാൽ ഈ ദിതിയുടെ ഗർഭത്തിൽ കിടക്കുന്നതായ ശിശുവിനെ തൻ്റെ വജ്രായുധം കൊണ്ട് ആ ശിശുവിൻ്റെ തേജസ്സിനെ ഇല്ലാതാക്കാം എന്നാണ് ദേവേന്ദ്രൻ ചിന്തിക്കുന്നത്. അങ്ങനെ 1000 വർഷത്തെ വ്രതചര്യകളിൽ 990 വർഷങ്ങൾ കഴിഞ്ഞു. ദിതി തന്നെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന ദേവേന്ദ്രനെ അരികത്ത് വിളിച്ചു. ഒരു പുത്രനെ പോലെ വാത്സല്യഭാവത്തോടുകൂടി ദിതി ദേവേന്ദ്രനോട് പറഞ്ഞു, ഉണ്ണി, നീയും എൻ്റെ മകനാണ്. ഇപ്പോൾ എൻ്റെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് നിൻ്റെ സഹോദരനാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 10 കൊല്ലം കഴിഞ്ഞാൽ നിനക്ക് ഒരു അനുജൻ ജനിക്കും. അവനെ ഞാൻ നിനക്ക് തന്നെയാണ് തരാൻ പോകുന്നത്. നീ അവനെ വേണ്ടതുപോലെ പരിചരിച്ച് സ്നേഹിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോയി അവനെ വളർത്തണം. ഇതാണ് ദിതി ദേവേന്ദ്രനോട് ആവശ്യപ്പെടുന്നത്. ദേവേന്ദ്രൻ അത് കേട്ട്, അമ്മേ, തീർച്ചയായും എൻ്റെ സഹോദരനെ ഞാൻ വേണ്ടതുപോലെ നോക്കിക്കോളാം എന്ന് വാക്കും കൊടുക്കുന്നു. ദിവസങ്ങൾ ഓരോന്ന് കഴിഞ്ഞുപോയി. ഒരു ദിവസം ദിതി വ്രതഭംഗം വരുത്തി സന്ധ്യാസമയത്ത് കാല് കഴുകാതെ മുടി അഴിച്ചിട്ട് ഗർഭാലസ്യത്താൽ ഉറങ്ങിപ്പോയി എന്നാണ് ഭാഗവതാദി പുരാണങ്ങളിലൊക്കെ
ഈ മരുത്തുക്കളുടെ ഉൽപ്പത്തിയെ വർണ്ണിക്കുമ്പോൾ വിശദീകരിക്കുന്നത്. അപ്പോൾ അത് വ്രതഭംഗമാണ്. സന്ധ്യാസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാക്ഷാൽ ശ്രീ മഹാരുദ്രൻ തൻ്റെ ഭൂതഗണങ്ങളോടൊപ്പം തൻ്റെ സൃഷ്ടിജാലങ്ങളോടൊപ്പം ലോകപ്രദക്ഷിണം ചെയ്യുന്ന സമയമാണ് എന്നാണ് പുരാണ സങ്കല്പം. അതുകൊണ്ട് നമ്മുടെ ആത്മകാരകനായിരിക്കുന്ന നമ്മുടെ ആത്മീയമായ തേജസ്സിനെ വേണ്ടതുപോലെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഊർജശക്തിയായ സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നതായ ചന്ദ്രൻ ഉദിച്ചിട്ടുമില്ല. അങ്ങനെയുള്ളതായൊരു സമയം എന്നുള്ള രീതിയിലാണ് സന്ധ്യയെ പുരാണങ്ങൾ വർണ്ണിക്കുന്നത്. അപ്പം പകല് അവസാനിക്കുന്നു, രാത്രിയുടെ ആരംഭം. ഗോധൂളിയാമം എന്ന് പറയുന്ന ഈ സമയം പശുക്കളെല്ലാം പഴയകാലത്ത് പശുക്കളെയൊക്കെ മേയാൻ സ്വതന്ത്രമായി വിടുകയാണ്. കാട്ടിലേക്ക് പോകുന്ന പശുക്കൾ സ്വന്തം ഇഷ്ടപ്രകാരം മേഞ്ഞ് തിരിച്ചു വരുന്നതായ സമയം. ആ തിരിച്ചു വരുന്ന സമയത്ത് ഈ പശുക്കളുടെ കുളമ്പടികളേറ്റ് ആകാശത്തേക്ക് ധൂളികൾ, പൊടിപടലങ്ങൾ ഉയരുന്ന വേള. ഇതാണ് ഗോധൂളിയാമം. അപ്പോൾ സന്ധ്യയുടെ ഈ വേള വളരെ ഘോരമാണെന്നും ഈ സമയത്ത് ആഹാരം, മൈഥുനം, നിദ്ര ഇതൊന്നും പാടില്ല എന്നുമാണ് പൂർവികർ പറയുന്നത്. അപ്പം മനസ്സിനെയും നമ്മുടെ ഇന്ദ്രിയങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാൻ ഊർജശക്തികൾ ക്ഷയിച്ചിരിക്കുന്നതായ വേളയാണ് സന്ധ്യ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ നിയന്ത്രിക്കാൻ സൂര്യനോ ചന്ദ്രനോ, ആ സൂര്യൻ്റെ തന്നെ പ്രതീകമായിരിക്കുന്ന ചന്ദ്രൻ്റെ ഊർജമോ നേരിട്ട് സ്വാധീനം ചെലുത്താത്ത ആ സമയത്ത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ തോന്നിയതുപോലെ വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുമത്രേ. അങ്ങനെയുള്ളതായി ഇന്ദ്രിയങ്ങളെ ഏകാഗ്രമാക്കാൻ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഒരു വിളക്ക് ജ്വലിക്കണം എന്നാണ്. അതാണ് നമ്മുടെ ഗൃഹത്തിൽ വിളക്ക് ജ്വലിക്കണം. നമ്മുടെ മനസ്സിൽ നാമങ്ങളുടേതായിരിക്കുന്ന ഒരു ശുദ്ധിയെ സ്വീകരിക്കണം. ഇതൊക്കെയാണ് സന്ധ്യാനാമജപത്തിൻ്റെ ഒരു സങ്കല്പം പറയുന്നത്. പഴയകാലത്തെ ആളുകൾ ഒരു ചൊല്ല് പോലെ പറയും, സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തരുത്, അച്ഛനും അമ്മയ്ക്കും ചെലവിന് കൊടുക്കരുത് എന്ന്. അപ്പോൾ എപ്പോഴും ഈ മുതുമൊഴികൾ അങ്ങനെയാണ്. നമ്മളെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്താ ഇങ്ങനെ പറഞ്ഞത് എന്ന്. സത്യത്തിൽ ആ പറഞ്ഞതിൻ്റെ അർത്ഥം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സന്ധ്യയ്ക്കല്ല വിളക്ക് കൊളുത്തേണ്ടത്, സന്ധ്യയ്ക്ക് മുൻപേ വിളക്ക് തെളിയിക്കണം. ഗൃഹത്തിൽ മനസ്സിൽ നാമത്തിൻ്റെ ഈശ്വര പ്രാർത്ഥനയുടെ ആ തേജസ് ഉണരണം എന്നർത്ഥം. അച്ഛനും അമ്മയ്ക്കും ചെലവിന് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അച്ഛനും അമ്മയ്ക്കും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഫ്ലാറ്റ് വാങ്ങിക്കൊടുത്ത് മാസാമാസം പൈസ അയച്ചു കൊടുത്താൽ എല്ലാമായി എന്നല്ല. അച്ഛനെയും അമ്മയെയും കിട്ടുന്ന സന്ദർഭത്തിൽ നമുക്ക് സമ്പത്തുണ്ടെങ്കിലും സമ്പത്തില്ലെങ്കിലും നമുക്ക് പറ്റാവുന്ന സമയത്ത് അവരുടെ അരികത്തിരുന്ന് അവരോട് സംസാരിച്ച് സ്നേഹം പ്രകടിപ്പിച്ച് അവരെ ശുശ്രൂഷിച്ച് അവരെ പരിപാലിക്കണം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാണ് മുതുമൊഴിയായ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തരുത്, അച്ഛനും അമ്മയ്ക്കും ചെലവിന് കൊടുക്കരുത് എന്ന ആ മുതുമൊഴിയുടെ ശരിയായിരിക്കുന്ന അർത്ഥം. അപ്പോൾ ഈ അന്തരാർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നതും ഇത് തന്നെയാണ്. സന്ധ്യാവേള ആ സമയത്ത് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഒക്കെ നിയന്ത്രിക്കത്തക്കവണ്ണം നാം ഏതൊരു ഭാവത്തിൽ ഈശ്വരനെ ആരാധിക്കുന്നുവോ ആ ഈശ്വരനെ ഹൃദയത്തിൽ കുടിയിരുത്തുക. നാവിൽ നാമങ്ങൾ ഉണരണം. നമ്മുടെ മുമ്പിൽ ആ ഊർജശക്തിയുടെ പ്രതീകമായി ഒരു വിളക്ക് തെളിയണം. അത് കിഴക്കും പടിഞ്ഞാറും തിരിയിട്ട് വിളക്ക് ജ്വലിപ്പിച്ച് അതിനരികത്തിരുന്ന് നാമം ജപിച്ച് ആ സമയം നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുക. ഇന്ദ്രിയങ്ങളെ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ കാരണമായിരിക്കുന്ന ആ തത്വത്തിലേക്ക് ചേർത്ത് നിർത്തുക എന്നതാണ് പൂർവികർ നമുക്ക് പറഞ്ഞു തന്നതായ ഈ ഉപദേശത്തിൻ്റെ സാരം. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർവികർ പറഞ്ഞത് സന്ധ്യാസമയത്ത് ആഹാരം, നീഹാരം, മൈഥുനം ഇവയൊന്നും പാടില്ല. സന്ധ്യാസമയത്ത് ഭക്ഷണം കഴിക്കാൻ പാടില്ല, സന്ധ്യാസമയത്ത് ഇതുപോലെ കിടന്നുറങ്ങാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പൂർവികർ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. അപ്പോൾ നമ്മുടെ വിവേകബുദ്ധി അതിന് നമുക്ക് ശക്തിയായി ഇരിക്കുന്ന സമയത്ത് നാം എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിന് ശരിയായിരിക്കുന്ന ഫലം ഉണ്ടാവും. അതല്ലെങ്കിൽ ആ ഫലം വികലമായി തീരും. ഇങ്ങനെയൊരു ആ ഉപദേശം പൂർവികർ തന്നിട്ടുണ്ട്. ഇത് വ്രതാനുഷ്ഠാനങ്ങളിൽ പ്രധാനമാണ്. ഈ വ്രതഭംഗമാണ് യഥാർത്ഥത്തിൽ ഈ ദിതി വരുത്തിയത് എന്ന് ഇന്ദ്രൻ മനസ്സിലാക്കി. സന്ധ്യാസമയത്ത് ഈ കാര്യം പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർമ്മയിൽ വരികയാണ്. സാധാരണ എല്ലാവരും ചോദിക്കാറുള്ളൊരു കാര്യമാണ്. ഈ സന്ധ്യാസമയത്ത് രാമായണം
വായിക്കാൻ പാടില്ല എന്ന് കാരണവന്മാർ പറയാറുണ്ടല്ലോ. എന്താ അതിൻ്റെ സാങ്കത്യം എന്ന് പലരും ചോദിക്കാറുണ്ട്. ചില സ്ഥലത്ത് പറയുന്നത് സന്ധ്യയ്ക്ക് രാമായണം വായിച്ചാൽ ഹനുമാൻ്റെ സന്ധ്യാവന്തനം മുടങ്ങും എന്നാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ചില ഉദാഹരണങ്ങൾ കൂടി ചേർത്ത് പറയാറുണ്ട്. അത്തരത്തിൽ പറയുന്നൊരു കാര്യമാണ് രാമായണം സന്ധ്യയ്ക്ക് വായിച്ചാൽ ഹനുമാൻ്റെ സന്ധ്യാവന്തനം മുടങ്ങും എന്നുള്ളതായ ആ ചൊല്ല്. സത്യത്തിൽ ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? സന്ധ്യയ്ക്ക് രാമായണം വായിക്കരുത് എന്നാണോ? ആ പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റൊന്നാണ്. സന്ധ്യാസമയത്ത് സന്ധ്യാവന്ദനത്തിനാണ് പ്രാധാന്യം. സന്ധ്യാവന്ദനം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ ചെയ്യുന്നതായ സന്ധ്യയ്ക്ക് ചെയ്യേണ്ടതായ തർപ്പണാദികളാകുന്നതായ സ്നാനം കഴിഞ്ഞ് തർപ്പണം കഴിഞ്ഞ് ചെയ്യുന്ന അഷ്ടദിക്പാലകന്മാരെയൊക്കെ വന്ദിച്ച് ബ്രഹ്മലോകം വരെ മനസ്സുകൊണ്ട് യാത്രയാകുന്ന ഒരു സങ്കല്പമാണ് ഈ സന്ധ്യാവന്ദനം. പുരാണങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ചില തപസ്വികളൊക്കെ സന്ധ്യാവന്തന സമയത്ത് ബ്രഹ്മ സദസ്സിലെത്തി അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഒരു രീതിയിൽ കഥാരൂപത്തിലൊക്കെ സന്ധ്യാവന്തനത്തെ വർണ്ണിച്ചിരിക്കുന്നതായിട്ട് കാണാം. സന്ധ്യാവന്തനത്തിൻ്റെ സങ്കല്പം തന്നെ അതാണ്. ഭൂർഭുവസ്വ എന്നിങ്ങനെയുള്ളതായ ലോകങ്ങളിലേക്ക് ധ്യാനാത്മകമായി യാത്ര ചെയ്ത് ലോകപ്രദക്ഷിണം ചെയ്ത് തിരിച്ചു വരിക എന്നതായ ഒരു ക്രിയയാണ് യഥാർത്ഥത്തിൽ ഈ സന്ധ്യാവന്തനം. അത് എന്നും അനുഷ്ഠിക്കേണ്ട ഒന്നാണ്. അപ്പോൾ രാമായണം വായിക്കാൻ ഇരുന്നത് കൊണ്ട് ഞാൻ സന്ധ്യാവന്തനം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് രാമായണത്തിനൊരു ദോഷം വരാതിരിക്കാനാണ് പഴയ ആളുകൾ പറയാറ്. സന്ധ്യാവന്തനം മുടക്കിക്കൊണ്ടാവരുത് ഈ പറയുന്നതായ രാമായണം വായന മാത്രമല്ല ഒരു തരത്തിലുള്ളതായ മറ്റ് ജപാദികളായാലും മറ്റെന്ത് തന്നെയായാലും. അപ്പോൾ സന്ധ്യാവന്തനം ഉപനയന സമയത്ത് സ്വീകരിക്കുന്നതായ ഒരു ജീവിത ആചാര പദ്ധതിയാണ്. ഉപനയനം കഴിഞ്ഞവർക്ക് മാത്രമല്ല അതല്ലാത്തവർക്കും ഈ സന്ധ്യാവന്തനങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന അനുഷ്ഠാന രീതികളിലുണ്ട്. അപ്പോൾ നിത്യം ചെയ്യുന്നതായ ആ ഉപാസന മുടക്കരുത്. കർക്കിടക മാസമാവുമ്പോൾ രാമായണം വായിക്കാനിരുന്നു, അത് കാരണം അതുവരെ ചെയ്തു വന്നിരുന്നതായ സന്ധ്യാ സമയത്തെ ഉപാസനകൾ മുടങ്ങി എന്ന ഒരു കുറ്റം ഈ രാമായണ പാരായണം ചെയ്തതുകൊണ്ട് സംഭവിച്ചു എന്ന് രാമായണത്തിന് വരാതിരിക്കാനാണ് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ ഹനുമാൻ്റെ സന്ധ്യാവന്തരം മുടങ്ങും എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഹനുമാൻ എന്ന വാനരൻ അദ്ദേഹം ഈ പറഞ്ഞ മാതിരി വേദം പഠിച്ച ആളാണെന്നും പൂണൂല് ധരിച്ച ആളാണെന്നും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നു രാമായണത്തിലൂടെ. അപ്പോൾ ഒരു കുരങ്ങൻ പോലും വേദം പഠിക്കുകയും പൂണൂൽ ധരിക്കുകയും ഒരു ജീവിതചര്യയെ സ്വീകരിക്കുകയും ചെയ്തതായ കഥയാണ് രാമായണത്തിലെ ഹനുമാൻ്റെയും സുഗ്രീവൻ്റെയും ഒക്കെ കഥകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സന്ധ്യാവന്തരത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട് എന്ന് ബോധിപ്പിക്കാനാണ്. രാമായണം വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഹനുമാൻ അടുത്ത് വന്നിരിക്കുന്നു എന്നാണ് സങ്കല്പം. എവിടെ രാമനാമം ചൊല്ലുന്നു അവിടെയൊക്കെ ഹനുമാനുണ്ട്. അപ്പോൾ സന്ധ്യാസമയത്ത് ബ്രാഹ്മണർ സന്ധ്യാവന്തരം എന്നുള്ള രീതിയിൽ സ്നാനം ചെയ്ത് തർപ്പണാദി കാര്യങ്ങളിലൂടെ അനുഷ്ഠാന ക്രിയകളായി അത് ചെയ്യുമ്പോൾ അങ്ങനെയുള്ളതായ ഒരു ജീവിതവൃത്തി സ്വീകരിക്കാത്ത ആളുകൾ നാമജപാദികളാണ് സന്ധ്യാവന്തരമായിട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ ആ നാമജപാദികളാകുന്നതായ ആ സന്ധ്യോപാസനകൾ അത് ചെയ്യുമ്പോഴും രാമരാമ രാമരാമ പാഹിമാം എന്നിങ്ങനെയുള്ള നാമങ്ങൾ ചൊല്ലുമ്പോൾ, രാമായ രാമഭദ്രായ എന്നിങ്ങനെ ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ അപ്പോഴൊക്കെ ഇവിടെ ഹനുമാൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഹനുമാൻ ആ രാമനാമം കേട്ടവിടെ അരികത്ത് തന്നെ വർത്തിക്കുന്നു എന്നാണ് സങ്കല്പം. അപ്പോൾ അതുകൊണ്ട് നിത്യം ചെയ്യുന്നതായ കാര്യങ്ങൾ മുടക്കിക്കൊണ്ടാവരുത് നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രന്ഥം വായിക്കാനുള്ള സമയത്തെ തിരഞ്ഞെടുക്കുന്നത്. അത്രേ അതിനർത്ഥം കൽപ്പിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ സന്ധ്യാവന്തനം എന്ന് പറയുന്ന ആ ക്രിയയുടെ മഹത്വം സൂചിപ്പിക്കാനാണ് രാമായണം സന്ധ്യയ്ക്ക് വായിച്ചാൽ ഹനുമാൻ്റെ സന്ധ്യാവന്തനം മുടങ്ങും എന്ന മുതുമൊഴി ഉണ്ടായത്. നേരത്തെ ഞാൻ പറഞ്ഞ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തരുത്, അച്ഛനും അമ്മയ്ക്കും ചെലവിന് കൊടുക്കരുത് എന്ന് പറഞ്ഞ മുതുമൊഴിയുടെ അന്തരാർത്ഥത്തിലേക്ക് കടന്നു പോകുന്നത് പോലെ തന്നെ ഇതിനെയും ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സന്ധ്യ ആയാലും രാമായണം വായിക്കാം, നാമജപാദികൾ നമ്മൾ നിത്യം ചെല്ലുന്നതുണ്ടെങ്കിൽ അതും ചൊല്ലണം, അത് മുടക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ എന്തായാലും ദിതി ഒരു വ്രതാനുഷ്ഠാനത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വ്രതാനുഷ്ഠാനത്തിൽ സന്ധ്യാസമയത്ത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു എന്ന കാരണം മനസ്സിലാക്കിക്കൊണ്ട് ദേവേന്ദ്രൻ ആ ദിതിയുടെ ഗർഭപാത്രത്തിനുള്ളിലേക്ക് സൂക്ഷ്മരൂപിയായി കടന്നു ചെന്ന് ആ ഗർഭസ്ഥ ശിശുവിനെ തൻ്റെ കയ്യിലെ വജ്രായുധം കൊണ്ട് 7 ഖണ്ഡങ്ങളായി മുറിച്ചു. 7 ഖണ്ഡങ്ങളായി മുറിച്ച സമയത്ത് ഈ കുട്ടി ഉറക്ക കരഞ്ഞുവത്രേ, ഗർഭസ്ഥ ശിശു ഉറക്ക കരഞ്ഞുവത്രേ, മാരുത മാരുത മാരുത,
എന്ന് അപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു. കരയരുത്, കരയരുത്, കരയരുത് എന്ന്. അങ്ങനെ ആദ്യമായി ദേവേന്ദ്രൻ ഉച്ചരിച്ച ആ വാക്കുകൾ തന്നെ ആ കുട്ടിയുടെ പേരായി മാറി. അങ്ങനെ ജനിച്ച ശിശു 7 മരുത്തുക്കളായി മാറി എന്ന് കഥ. ഈ സപ്തമരുത്തുക്കൾ, അതിൽ ബ്രഹ്മലോകത്ത് ഒരു മരുത്ത്, ഇന്ദ്രലോകത്ത് ആ മരുത്തുക്കളിൽ ഒന്ന്, വായു എന്ന പേരിൽ സ്വർഗലോകത്ത് മരുത്ത് വീശുന്നു, ഭൂമിയിൽ ബാക്കി 4 പേര്. ഇങ്ങനെ 4, 3, 7 മരുത്തുക്കളായി വിഭജിക്കപ്പെട്ട് ബ്രഹ്മലോകം, സ്വർഗലോകം, ഇന്ദ്രലോകം, വായുലോകം എന്നിങ്ങനെയുള്ള ലോകങ്ങളിൽ ഈ മരുത്തുക്കൾ വ്യാപിച്ചു. മറ്റ് പുരാണങ്ങളിൽ 7 ഖണ്ഡങ്ങളെ വീണ്ടും 7ആക്കി അങ്ങനെ 49 മരുത്തുക്കളുണ്ട് എന്നും കാണാം. വാത്മീകി രാമായണത്തിൽ സപ്തമരുത്തുക്കളെക്കുറിച്ചാണ് പറയുന്നത്. ഈ പറയുന്ന ദിതി ഇന്ദ്രനോട് ആവശ്യപ്പെട്ടത് പ്രകാരം ഇന്ദ്രൻ ഈ മരുത്തുക്കളെയെല്ലാം ദേവലോകത്ത് കൊണ്ടുപോയി വാഴിച്ചു. ഇങ്ങനെ ദിതി തപസ് ചെയ്ത ഇടമാണ് വിശാല എന്ന ഈ നഗരം എന്ന് വിശ്വാമിത്ര മഹർഷി ശ്രീരാമദേവന് ഈ കഥ വിശദീകരിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് യാത്രയാണ്. അവർ ചെല്ലുന്നത് അഹല്യാശ്രമത്തിലേക്കാണ്. ആ കഥ നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. രാമ 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 രാമ.